ബോണി ചെല്ലാനം. കർത്തൃനാഥന്റെ ഓരം ചേർന്ന് ബോണി യാത്ര തുടങ്ങിയിട്ട് വർഷമേറെയായി. വചനത്തിൽ സ്ഫുടം ചെയ്ത ജീവിതയാത്രകളിൽ നേരിന്റെ നേരറിവ് കാട്ടി ബോണി ചെല്ലാനം ദൈവീക ഊർജം പകർന്നു നൽകുന്നു. രക്ഷയുടെ മാർഗങ്ങൾ കുരിശിന്റെ വഴിത്താരകളിലെന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഈ വചനപ്രഘോഷകൻ ഓർമ്മിപ്പിക്കുമ്പോൾ ഉഴറി വിവശരാകുന്നവർക്ക് അതൊരു നേർമാർഗമായി മാറുന്നു. കാലത്തിന്റെ കറുത്തിരുണ്ട പകലിരിവുകളിൽ ദൈവീക ചേതനയുടെ പൊൻവെളിച്ചം തൂവാൻ ബോണി കാലത്തിന് മുന്നേയുണ്ട്. ദൈവീക വചസ്സുകൾ കൊണ്ട് വഴിയൊരുക്കിക്കൊണ്ട്. ലിജി രക്ഷാമന്ത്രമായി നാവിൽ ജപമാല കോർത്തവൾ, നാഥന്റെ തിരുമുറിവിലെ രക്തം കൊണ്ട് ജീവിതം കഴുകിയവൾ, വചനസൂക്തങ്ങൾ കൊണ്ട് വിജയവേഗങ്ങൾ തീർത്തവൾ, പരമകാരുണ്യവാന്റെ നിർലോഭമായ സ്നേഹത്തെ തൊട്ടറിഞ്ഞവൾ, രക്ഷാകര ദൗത്യത്തിനായി മുന്നിട്ടിറങ്ങിയവന്റെ പീഠാവഴികളിൽ എന്നും കൂട്ടായി നിന്നവൾ ഇവൾ. ഹായ് ചേച്ചി. ഹായ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. മോൻചേട്ടൻ പിള്ളേരൊക്കെ ഇവിടെ? കുട്ടികൾ സ്കൂളിൽ പോയി, മോൻചേട്ടൻ പുറത്തു പോയി. അത് ശരി. ഞാൻ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാ. ഹായ് സ്നേഹ. ആ സ്നേഹ, എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ മോൻചേട്ടാ. ഇരിക്കിരി. എന്നിട്ട് സ്നേഹ സംസാരിച്ചു കഴിഞ്ഞോ? ഇല്ല മോൻചേട്ടാ, ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. എന്തുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. മോൻചേട്ടൻ എന്തുണ്ട് വിശേഷം? ആ നല്ലത് തന്നെ. ഈശോയുടെ കുരിശിന്റെ വഴിയിൽ തിരക്തം തുടച്ചുകൊണ്ട് ഒരാശ്വാസമായി ഒരു വെറോനിക്ക ഉണ്ടായിരുന്നു. അതുപോലെ ബോണിച്ചേട്ടൻ എന്ന ശുശ്രൂഷകന്റെ ജീവിതത്തിൽ ഒരാശ്വാസമായി, പ്രചോദനമായി, ഒരു വെറോനിക്കയായി ചേച്ചിയുണ്ട്. ചേച്ചിയുടെ സങ്കല്പത്തിൽ ചേച്ചിക്ക് ഒത്തിരി സങ്കല്പങ്ങൾ ഉണ്ടാവും വിവാഹത്തിന് മുമ്പ് തൻ്റെ ജീവിത പങ്കാളിയെ പറ്റി. ഒരു ശുശ്രൂഷകനാണ് ചേച്ചിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അതിനെപ്പറ്റി ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഒരു ശുശ്രൂഷകൻ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാനത് ബോണിച്ചേട്ടനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്നേഹ, ലിജി പറഞ്ഞത് ശരിയാണ്. എൻ്റെ അടുത്ത് പലവട്ടം ഷെയർ ചെയ്തിട്ടുണ്ട്. ലിജി ഒരു ശുശ്രൂഷകനെ ആയിരിക്കും ഭർത്താവായി കിട്ടുന്നതെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ലിജി പറഞ്ഞിട്ടുള്ള ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് പെണ്ണ് കാണലെല്ലാം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ ലിജിയോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ലിജിയുടെ അപ്പച്ചനോട് പറഞ്ഞ് ഞാൻ രണ്ടാമത് വീട്ടിൽ ചെന്നിരുന്നു. അപ്പം അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്, അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അപ്പം അന്നേരം അതെല്ലാം കേട്ടിരുന്നിട്ട് ലിജി പറഞ്ഞു, എനിക്കത് കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്നൊരു ധ്യാനത്തിന് പോയി. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ ലിജി കരഞ്ഞുകൊണ്ടാണ് എന്നെ വിട്ടത്. പിന്നീട് ലിജി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു വീട്ടിലുണ്ടാകാത്ത അവസ്ഥ, പല പരിപാടിക്കും ഇല്ലാത്തൊരു സ്ഥിതി അങ്ങനെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് ലിജി പറഞ്ഞിട്ടുണ്ട്. അല്ലേ ലിജി? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. അല്ലേ? ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിട്ടെന്ന് പറയുമ്പോഴും ഒരു ഇഷ്ടക്കേടോ ഒരു വിഷമമായിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. സാമാന്യ മനുഷ്യർക്കുണ്ടാകുന്നൊരു വേദന ഉണ്ടായിട്ടുണ്ടല്ലേ. പല കല്യാണങ്ങൾക്കും ഞാൻ ഉണ്ടാകുന്നുണ്ട്. വളരെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സിൻ്റെ കല്യാണത്തിന് എടവപ്പള്ളിയിലെ തിരുനാളിൻ്റെ ദിവസങ്ങളിൽ ഞാൻ മനഃപൂർവ്വം ഉണ്ടാകത്തല്ല, നമുക്ക് ഈ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടി വരുമ്പോൾ അപ്പോഴൊക്കെ ലിജി ഒറ്റയ്ക്കായിരിക്കുമല്ലോ, പലരും ചോദിച്ചിട്ടുണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ലിജിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട് എൻ്റെ അടുത്ത് കാണിച്ചിട്ടില്ല. അത് ഒരു വലിയൊരു അനുഗ്രഹം. ബോൺചേട്ടൻ്റെ ശുശ്രൂഷ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ ഇരു വീട്ടുകാരുടെയും ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവരെങ്ങനെയാണ് ഇതിനെ സ്വീകരിച്ചത്? സ്നേഹ, ഞങ്ങളുടെ വീട്ടുകാരുടെ പ്രതികരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ രണ്ട് വീട്ടുകാരും വളരെ നല്ല ഒരു സഹകരണമാണ്. ഈ തുടക്ക സമയത്ത് അത്ര സഹകരണമാണോ എന്ന് ചോദിച്ചാൽ വളരെ തുറന്നു പറഞ്ഞാൽ അല്ലായിരുന്നു. അത് വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. ഇപ്പോൾ എൻ്റെ വീട്ടുകാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 22 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു മിനിസ്ട്രി എന്ന രീതിയിൽ ഇറങ്ങാൻ തുടങ്ങിയത്. കുട്ടികളുടെ മിനിസ്ട്രി ആയിരുന്നല്ലോ. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരാളിങ്ങനെ ശുശ്രൂഷ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ വീട്ടുകാരുടെ ഒരു ആകുലത, ഇവൻ്റെ ഭാവി എന്തായിത്തീരും. അത് ചില സമയത്ത് ഒരു ശാസനയായിട്ടുണ്ട്, ഉപദേശം തന്നിട്ടുണ്ട്, പിന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനിന്ന് ശുശ്രൂഷ വഴിയിൽ നിൽക്കുന്നത്. പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ലിജിയുടെ അപ്പച്ചനും അമ്മച്ചിയും വീട്ടുകാരും അവർക്കറിയാം ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ, ലിജി അനുഭവിക്കുന്ന വിഷമതകൾ. പക്ഷേ എങ്കിലും അവരൊരു വാക്കുകൊണ്ട് പോലും എന്നെ എതിർത്തിട്ടൊന്നുമില്ല. മൗനമായൊരു ബ്ലെസ്സിങ് അവർ എനിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തുടരാനൊക്കെ പറ്റുന്നത്. ബോൺചേട്ടൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിനിസ്ട്രി എന്തൊക്കെയാണ്? സ്നേഹ, ഞങ്ങളിപ്പോൾ ചെയ്യുന്ന മിനിസ്ട്രി ഗ്രീൻ പാസ്റ്റേഴ്സ്, പച്ചപ്പുൽപ്പുറങ്ങൾ. അത് കുഞ്ഞുങ്ങളുടെ മിനിസ്ട്രിയാണ്. ജാതിയും മതം വർഗം വർണ്ണം ഒന്നുമില്ലാതെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷ. അതിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബുക്ക്ലെറ്റുകളുണ്ട്, സെമിനാറ്, ക്യാമ്പ്, പിന്നെ ധ്യാനങ്ങൾ, കൗൺസിലിംഗ്, അങ്ങനെ വിവിധങ്ങളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സമയം മാറ്റിവെക്കുന്നത്. ബോൺചേട്ടാ, അപ്പോൾ ഇത് നോൺ ക്രിസ്ത്യൻസ് ഒക്കെ ഉൾപ്പെടുന്നതാണോ ഈ മിനിസ്ട്രി? അതപ്പോൾ എങ്ങനെയാണ്? നോൺ ക്രിസ്ത്യൻസ് ഉൾപ്പെടുന്നതാണ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത്. ഇപ്പം മിനിസ്ട്രിയിൽ തന്നെയും നോൺ ക്രിസ്ത്യൻസും എല്ലാവരും ഉണ്ട്. ഗ്രീൻ പാസ്റ്റേഴ്സിൽ ഹിന്ദുസ് ഉണ്ട്, എല്ലാവരും കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണിത്. പിന്നെ നോൺ ക്രിസ്ത്യൻസ് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ എല്ലാ ജാതിയിലും പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സെമിനാർ, ക്യാമ്പ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ സ്കൂളിൽ പോയിട്ട്? സ്നേഹ, സ്കൂളുകളിലുണ്ട്, കോളേജുകളിലുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ ശുശ്രൂഷ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പല കാര്യങ്ങളും, ഇപ്പോൾ പ്രകൃതി, അമ്മ, മണ്ണ്, സ്നേഹം, അവരുമായി ബന്ധപ്പെട്ട ലൈംഗികത, അതെല്ലാം ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ നമ്മൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും. അപ്പോൾ അതൊരിക്കലും മറ്റു മതത്തിലുള്ളവർക്കൊരു ഇറിറ്റേഷൻ ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ്. അത് ശരി. അപ്പോൾ ബോൺചേട്ടൻ ഈ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞതുണ്ടല്ലോ, അപ്പോൾ അതെന്താണ്? സ്നേഹ, ബുക്ക്ലെറ്റ് എന്ന് ഉദ്ദേശിച്ചത് എഴുത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വിഷയങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബുക്ക്ലെറ്റ്. അത് 3 മാസത്തിലൊരിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. അത് എല്ലാ ജാതിയിലും പെട്ട കുഞ്ഞുങ്ങൾക്കെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ശരിക്കും അത് അക്രൈസ്തവരായ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചാണ് അത് ചെയ്യുന്നത്. കാരണം വളരെ ഇൻഡയറക്റ്റായിട്ട് ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെയുള്ള ഓരോ വിഷയങ്ങളെയും ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ വ്യാഖ്യാനിക്കുന്ന ഒരു എഴുത്താണ് അതിലുള്ളത്. ബോൺചേട്ടാ, ജാതിക്കും മതത്തിനൊക്കെ അപ്പുറമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു മിനിസ്റ്റർ ചെയ്യാനായിട്ട് ബോൺചേട്ടനെ പ്രേരിപ്പിച്ച ഒരു കാര്യം എന്താണ്? സ്നേഹം, പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈശോയുടെ കൃപ തന്നെയെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാരണം പോലെ പറയാനായിട്ട് ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നത് ഒരു സ്കൂളിൽ നമ്മൾ എല്ലാ ജാതിയിലും പെട്ട കുഞ്ഞുങ്ങൾക്ക് സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ, നിങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് കുമ്പസാരമുണ്ട്, എല്ലാം ഷെയർ ചെയ്യാനായിട്ടൊക്കെ പറ്റും, ഞങ്ങൾക്ക് ഇതൊന്നുമില്ല. ഞാൻ എൻ്റെ വിഷമവും ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളും ഞാൻ ചേട്ടനോടൊന്ന് പറയട്ടെ. അപ്പോഴാണ് ആലോചിക്കുന്നത് ഇവരുടെ ഒരു മാനസികമായ വിഷമം. ഒരു വിഷമം ഉണ്ടായാൽ, ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് കുമ്പസാരമുണ്ട്. അതിങ്ങനെ ഒരു വിഷമമായി, അതിങ്ങനെ ഒരു ചിന്തയായി. അങ്ങനെയാണ് എല്ലാ ജാതിയിലും പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങണം
എന്നൊരാഗ്രഹം ഉണ്ടായത്. അതാണ് ശരിക്കും ഇപ്പോൾ പച്ചപ്പുൽപ്പുറങ്ങളായിട്ട് പതുക്കെ നടന്നു തുടങ്ങിയിരിക്കുന്നത്. ചേച്ചി, ബോൺചേട്ടൻ വീട്ടിലില്ല ആ സമയത്ത് വീട്ടിലെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ ചേച്ചിക്ക് ഒത്തിരി കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടുണ്ടോ? കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട്. സ്നേഹ, അത് കഷ്ടപ്പാടുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് സ്നേഹ ഊഹിക്കാമല്ലോ. ഇങ്ങനെ ഞാനും മിക്കപ്പോഴും വീട്ടിലുണ്ടാവില്ല. അപ്പോൾ 3 മക്കളുണ്ട്. മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കണം. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട് ഇതെങ്ങനെ ലിജി ഒറ്റയ്ക്ക് ചില സമയങ്ങളിൽ മാനേജ് ചെയ്യുന്നു. മിക്കപ്പോഴും തനിച്ചായിരിക്കും അല്ലേ. പക്ഷേ ഞാൻ വളരെ തുറന്നു പറയാം, അനാവശ്യമായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ഒരാളാണ് ലിജി. എന്തെങ്കിലും വളരെ അത്യാവശ്യമുള്ള സമയത്ത് മാത്രമേ വിളിക്കാറുള്ളൂ. ഞാൻ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തിരക്കായതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി വിളിക്കത്തില്ല. തനിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നത് മാനേജ് ചെയ്യും. അതിപ്പോൾ ലിജി പറയുന്നത് അതൊരു ദൈവത്തിൻ്റെ കൃപയാണല്ലേ. ചേച്ചിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായ ഒരു സംഭവം പറയാമോ? ലിജി ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് മൂത്ത കുഞ്ഞുങ്ങൾ 2 സ്കൂളിൽ പോയി. അപ്പോൾ ലിജിയും എസ്തേർ മാത്രമേ ഉള്ളൂ. എസ്തേർ അവൾക്ക് അന്നേരം 1.5 വയസ്സ് അല്ലേ, 1.5 അല്ലേ, 1.5 വയസ്സുള്ള സമയത്ത് ഒറ്റയ്ക്കാണ് ഇവർ, ലിജിയും എസ്തേറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ അവളങ്ങനെ ബാത്റൂമിലൊന്നും ലിജിയെ പൂട്ടിയൊന്നും ഇട്ടിട്ടില്ല. പക്ഷെ അന്ന് അവൾ പുറത്തുനിന്ന് ബാത്റൂം പൂട്ടിക്കളത് അല്ലേ. അപ്പോൾ അന്നേരം ലിജി പിന്നെ തുറക്കാൻ നോക്കുമ്പോഴാണ് അറിയണത് ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്, കൊച്ചു മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യും അല്ലേ ലിജി. അപ്പോൾ എന്നോട് ലിജി പറഞ്ഞത് ഇങ്ങനെയാണ്, ലിജിയായ പേടിച്ചു. ആരുമില്ല, ഫോണില്ല, അപ്പുറത്തെ വീട്ടുകാരെ വിളിച്ചാൽ കേൾക്കില്ല. അപ്പം അന്നേരം കുറേ സങ്കടപ്പെട്ടു, കരച്ചിൽ വന്നു. ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു അല്ലേ, ദൈവം ഇടപെടാതെ ഒന്നും ഇനി നടക്കത്തില്ല എന്നുള്ള അപ്പോൾ നന്നായിട്ടങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും. എന്നിട്ട് അതിനിടയ്ക്ക് കുഞ്ഞിനോട് പറയുന്നുണ്ട്, എസ്തേർ മോള് തുറക്ക് അല്ലേ, മോള് തുറക്കെന്ന് പറയണം. അപ്പോൾ അവൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സംഭവിക്കാനായിട്ട് സാധ്യതയില്ല, ഇനി എങ്ങനെ തുറക്കും. പക്ഷെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും അല്ലേ. പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് ആയില്ല, അതിന് മുമ്പ് എങ്ങനെയോ അതിൽ തുറന്നു. അതൊരു ഭയങ്കര ഒരു ഇടപെടലായിട്ടാണ് ലിജി അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കണത്. അങ്ങനെ അല്ല, ഒത്തിരി ഇതിങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഒത്തിരി ഉണ്ട് അങ്ങനത്തെ അനുഭവം. ചേച്ചിയുടെ മിനിസ്ട്രിയിൽ ചേച്ചിയുടെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ട്? സ്നേഹ, ഞാൻ ചെയ്യുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. സ്നേഹ, ലിജി പറഞ്ഞ പോലെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ ലിജി ചെയ്യുന്നത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രീൻ പാസ്റ്റേഴ്സിൻ്റെ ഓരോ പ്രോഗ്രാം സമയത്തും വീട്ടിൽ ലിജി ഇരുന്ന് ജോലിയുടെ ഇടയ്ക്കായിരിക്കും എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ലിജി ചെയ്യാറുള്ളതെന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചില സമയങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറഞ്ഞൊരു അരമണിക്കൂറെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. എല്ലാ ദിവസവും ലിജി തന്നെയാണ് ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. ലിജി ഇങ്ങനെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. ഇത്രയും സമയം മിനിസ്ട്രിക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ എങ്ങനെയാണ് സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെടുന്നത്? അത് സാമ്പത്തിക കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു വലിയൊരു ഇടപെടൽ തന്നെയാണ്. പിന്നെ പ്രത്യേകമായിട്ട് പറയാൻ, ഞാൻ മിനിസ്ട്രി ആരംഭിക്കുന്നതിന് മുമ്പേ 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഫേമിൽ ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. എല്ലാ മാസവും കുടുംബത്തിന് കഴിഞ്ഞു പോകാൻ പറ്റിയ ഒരു ഇൻകം ആ ഓഫീസിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. അതല്ലാതെ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് യാതൊരു ഇൻകവും നമുക്കങ്ങനെ സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല. അത് ഒരു വലിയൊരു കൃപയാണ്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു പോകുന്നു. സമ്പാദ്യം അങ്ങനെ ഒന്നുമില്ല. എല്ലാ മാസവും അല്ലേ ലിജി, എല്ലാ മാസവും കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കും. സമ്പാദിക്കണമെന്ന് തോന്നിയിട്ടുമില്ല. ചേച്ചി, ബോൺചേട്ടൻ ഓഫീസിൽ പോകണം, മിനിസ്ട്രിയുടെ കാര്യങ്ങൾക്ക് പോകണം, കുടുംബത്തിലെ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പേഴ്സണലായിട്ട് കണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതിനെല്ലാം എങ്ങനെയാണ് സമയം ക്രമീകരിക്കപ്പെടുന്നത്? സ്നേഹ, സമയം ക്രമീകരിക്കപ്പെടുന്നത് ചോദിച്ചാൽ ലിജിയുടെ ഒരു നല്ല സഹകരണം ഉള്ളത് കൊണ്ടാണ് ഇതിനെല്ലാം പറ്റുന്നത്. മിക്കവാറും രാവിലെ പോവും, ഒത്തിരി വൈകിയാണ് വീട്ടിൽ വരുന്നത്. മിനിസ്ട്രിക്ക് പോയാലും ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ. പിന്നെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടെന്നാണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ കൊണ്ട് തീർക്കാമെന്ന് വിചാരിക്കുന്നത് ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും. പക്ഷെ ഇതെല്ലാം ലിജിയുടെ ഒരു സഹകരണമുണ്ട്. എങ്കിലും മാക്സിമം എൻ്റെ ഭാഗത്ത് ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ നമുക്ക് പരിക്കേറ്റാലും മറ്റുള്ളവർക്ക് പരിക്കേൽക്കരുത്, ആ രീതിയിൽ
ചെയ്യാവുന്നിടത്തോളം മാക്സിമം ചെയ്യുന്നു. അത് ഒരു കൃപയാണ്. അതിൽ കഷ്ടപ്പാടുണ്ട്. ചില സമയത്തൊന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്, ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാനായിട്ട്. പക്ഷെ ചിലപ്പോൾ പറ്റാറില്ല. ചില ദിവസങ്ങളിൽ ശുശ്രൂഷ കഴിയുന്ന സമയത്ത് നമ്മൾ തീർത്തും തളർന്നു പോകും. അത് ചിലപ്പോൾ നമ്മളൊരു മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നാൽ അത്രയും ക്ഷീണം ഉണ്ടാവില്ല. പക്ഷെ മിനിസ്ട്രി ചെയ്യാൻ നേരത്ത് നമ്മൾ തീർത്തും തളർന്നു പോകും. അതിനുശേഷം ഒന്ന് വിശ്രമിക്കാമല്ലോ എന്ന് കരുതി വരാൻ നേരം ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അത് കണ്ടറിഞ്ഞ് ലിജി പ്രവർത്തിക്കാറുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്, ഒരു സമയത്ത് ഞാൻ വല്ലാതെ ടയർഡായപ്പോൾ ഒരു രാവിലെ വെളുപ്പിനെ ഒരു 4:30 എന്തോ എഴുന്നേറ്റ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ലിജി എന്നോട് ഒരു ചായ കൊണ്ടുവന്നിട്ട് ലിജി എന്നോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ രാവിലെ ഇങ്ങനെ ആകെ മൂഡ് ഔട്ടായിട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ലിജിയോട് പറഞ്ഞു, ഞാൻ മിനിസ്ട്രി എല്ലാം നിർത്തണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാം കൂടി ഞാൻ ഭയങ്കര തിരക്കായി, ഭയങ്കര ഒരു ടൈറ്റായിട്ടുള്ളൊരു നിർത്തുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ലിജിക്കത് വളരെ സന്തോഷമാവും. കാരണം ഇങ്ങനെ അലച്ചിലൊക്കെ തീർന്ന് പിന്നെ വീടും അത്യാവശ്യം ഓഫീസിലും പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ആവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ലിജി അങ്ങനെ മറുപടി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ലിജി പറഞ്ഞത് ഈ മിനിസ്ട്രി ഇല്ലാതെ ബോൺചേട്ടൻ എങ്ങനെയാണ് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? ഇത് ബോൺചേട്ടൻ്റെ ഒരു വിളിയാണ്, കോളാണ്. ഇത് ഉപേക്ഷിച്ചിട്ട് പിന്നെ ബോൺചേട്ടനില്ല. അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ലീ ചേച്ചിയുടെയും ബോൺചേട്ടൻ്റെയും ജീവിതത്തിൽ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പരീക്ഷിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ അന്നയുടെ ഞങ്ങളുടെ മൂത്ത മോള് അന്നയുടെ ഒരു കാര്യമുണ്ട്. സ്നേഹ പരീക്ഷിക്കപ്പെട്ട ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ ലിജി ഇപ്പോൾ അന്നയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അത് ഷെയർ ചെയ്യാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് മൂത്ത മോള് അന്നയെ ലിജി കൺസീവ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ പ്രതീക്ഷയോടെയും പ്രാർത്ഥിച്ചുമൊക്കെ കാത്തിരുന്നൊരു കുഞ്ഞ് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നത് സന്തോഷമാണല്ലോ. ഹോസ്പിറ്റലിൽ ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡോക്ടർ സ്കാനിങ്ങിനുള്ള കുറിപ്പെഴുതി സ്കാൻ ചെയ്ത് ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർ ആ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, പ്രതീക്ഷയില്ലാത്തൊരു റിപ്പോർട്ടാണത്, അപ്പോൾ അബോർഷൻ ചെയ്യുന്നതാണ് നല്ലത്. അത് സത്യത്തിൽ ഞങ്ങൾക്ക് പെട്ടെന്നങ്ങ് നേരിട്ടങ്ങ് കേൾക്കുമ്പോൾ അത് വളരെ വിഷമകരമാണല്ലോ. അപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു, അയ്യോ ഡോക്ടറെ അബോർഷനൊന്നും അതൊന്നും വേണ്ട ഡോക്ടർ, നമുക്ക് ഒന്നുകൂടി നോക്കാമല്ലോ, ഇപ്പോൾ 3 മാസം ആകുന്നില്ലേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം, 1 മാസം കഴിഞ്ഞ് ഒന്നുകൂടി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ 2ാമത്തെ സ്കാനിങ് റിപ്പോർട്ടുമായിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അതേ കാര്യം തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. ഇനി പ്രതീക്ഷയ്ക്ക് ഒട്ടും ഇതില്ല, നിങ്ങൾ അബോർഷൻ നടത്തിക്കോ, നിങ്ങൾക്ക് ഇനിയും മക്കളുണ്ടാവുമല്ലോ. അപ്പം ഞങ്ങൾ അന്നേരം പറഞ്ഞു, അയ്യോ ഡോക്ടറെ ഞങ്ങൾ അബോർഷനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ലിജി അതൊക്കെ കരഞ്ഞുകൊണ്ടാണ് കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, എന്നാൽ നമുക്കൊന്നുകൂടി നോക്കാം, എന്തായാലും ഞാൻ അബോർഷൻ നടത്താൻ പറയുന്ന ഒരാളല്ല, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ ഞങ്ങളോട് പറഞ്ഞു, എന്തിന് ഇത്രയും ഒരു റിസ്ക് എടുക്കുന്നു, ഡോക്ടേഴ്സ് പറയുന്നതങ്ങ് അനുസരിച്ചാൽ മതിയല്ലോ. ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അതൊരു പ്രതിസന്ധിയുടെ സമയമാണത്. ഡോക്ടർ പറഞ്ഞതാണ്, ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞ് മന്ദബുദ്ധിയായിരിക്കും, കാര്യമായ വൈകല്യങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടാവും, അപ്പോൾ ഈ കുഞ്ഞിനുമായിട്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു മുഴുവൻ ജീവിതത്തിൽ മുഴുവൻ ഒരു റിസ്ക് എടുക്കുന്നതിനൊക്കെ നല്ലതാണല്ലോ ഇപ്പം ഇത്തിരി വിഷമിക്കുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ നമ്മൾ മുന്നോട്ട് പോയി. അതൊരു പ്രതിസന്ധി തന്നെയായിരുന്നു. പലരും ചോദിച്ചു, നിങ്ങളിങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞു നടന്നിട്ട് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞെന്താണ് ഇങ്ങനെ ആയിപ്പോകാൻ പോയത്? അപ്പം അതിനൊന്നും നമുക്ക് ഉത്തരവില്ല. ഇപ്പം ജീവിതത്തിൽ പലപ്പോഴും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നു. 6 സ്കാനിങ് നടത്തി. എല്ലാ സ്കാനിങ്ങിലും നെഗറ്റീവ് റിപ്പോർട്ടാണ്. ലാസ്റ്റ് ചെയ്ത സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരും, എല്ലാം നോർമലാണോന്ന്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അപ്പോൾ ഒരു 8ാം മാസത്തിലേക്ക് എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോർമൽ ഡെലിവറിക്കുള്ള ആരോഗ്യം കുഞ്ഞിനില്ല, അതുകൊണ്ടൊരു
ഓപ്പറേഷൻ ചെയ്തെടുക്കണം, 2 ആഴ്ചക്ക് മുമ്പ് അഡ്മിറ്റ് ആകണം. പുറത്തുനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ പ്രത്യേകമായിട്ട് വിളിക്കും. ഓപ്പറേഷൻ ചെയ്ത കുഞ്ഞിനെ ആ ഡോക്ടറിന് കൈമാറും. പിന്നെ ആ ഡോക്ടറാണ് പറയേണ്ടത്. എന്തായാലും ഒരു 2-3 മാസം ഇവിടെ തന്നെ ഉണ്ടാകേണ്ടി വരും കുഞ്ഞിനെയായിട്ട്. സിസേറിയൻ ഡേറ്റ് ഫിക്സ് ചെയ്തതിൻ്റെ തലേദിവസം ആ ഡോക്ടർ എന്നെ അദ്ദേഹത്തിൻ്റെ OP-യിൽ വിളിച്ചിട്ട് 45 മിനിറ്റ് നേരം എന്നെ ആശ്വസിപ്പിച്ചു. കാരണം നാളെ ഞാനൊരു മന്ദബുദ്ധിയായ കുഞ്ഞിൻ്റെ അപ്പനാകാൻ പോകും. അപ്പോൾ എന്നോട് അദ്ദേഹത്തിനൊരു സഹതാപം. ലിജി ആണെങ്കിൽ തന്നെ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാ ദിവസവും റൗണ്ട്സിന് വരുമ്പോൾ അവർ സഹതാപത്തോടെയാണ് അല്ലേ ലിജിനെ ഇങ്ങനെ നോക്കണത്. കാരണം ഒരു മന്ദബുദ്ധിയായ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്ന ചേച്ചി, ആ ഒരു വിഷമം അവരുടെ ഉള്ളിൽ ഉണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സിസേറിയൻ്റെ അന്ന് രാവിലെ 7:15 ലിജിയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് എല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷേ ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഉണ്ടാകാൻ പോകുന്നൊരു കുഞ്ഞ് മന്ദബുദ്ധിയായ കുഞ്ഞാകുമ്പോൾ എങ്ങനെയാണ് സന്തോഷിക്കാനായിട്ട് പറ്റുന്നത്? സാധാരണ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും. അപ്പം അതിൻ്റെ ഒരു മ്ലാനത എല്ലാവരുടെ മുഖത്തും ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ഞാൻ അന്നേരം ആ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ ഒരു തൂണിൻ്റെ മറയത്ത് ഏറ്റവും ഒരു ചാപ്പലിൻ്റെ അങ്ങേയറ്റത്ത് ആരും കാണാതെ മുട്ടുമ്മൽ നിന്ന് ഞാൻ അന്നേരം പ്രാർത്ഥിച്ചത് ഒരു അത്ഭുതം നടക്കണമെന്നൊന്നുമല്ല. ഒരു മന്ദബുദ്ധിയായ കുഞ്ഞിനെയാണ് ദൈവം ഞങ്ങൾക്ക് തരുന്നതെങ്കിൽ ആ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് തരണം. അവളെ കൈപിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോകാനുള്ളൊരു മനസ്സ്, ഇതെൻ്റെ മോളാണ് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പോകാനായിട്ടുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് തരണം. അതാണ് പ്രാർത്ഥിച്ചത്. ഒരു 45 മിനിറ്റ് നേരം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അളിയൻ വന്നിട്ട് എന്നെ വിളിച്ചു, നിന്നെ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ എൻ്റെ നടന്നിട്ട് കയറുന്നില്ല. മനസ്സിൽ മുഴുവൻ ഇങ്ങനെ ടെൻഷനാണ്, എന്താണ് കേൾക്കാൻ പോണത്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നു. അപ്പോൾ ആദ്യമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണം. 2-3 ഡോറെല്ലാം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ പച്ച ഉടുപ്പും മുടിയൊക്കെ വെച്ച തൊപ്പിയൊക്കെ വെച്ച കുറേ ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡോക്ടർ കുറേ ദൂരത്ത് നിന്ന് എന്നെ വിളിച്ചു. അദ്ദേഹം ഗ്ലൗസ് ഒന്നും ഊരിയിട്ടില്ല. കയ്യിലൊക്കെ ഗ്ലൗസിലൊക്കെ ചോരയൊക്കെ ഉണ്ട്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, എടോ നിങ്ങളുടെ വിശ്വാസം അപാരം തന്നെ, കുഞ്ഞിനൊരു പ്രത്യക്ഷത്തിലൊരു പ്രശ്നവും കാണുന്നില്ല. ഞാൻ ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പറയും. അപ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആ ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുറിയിൽ വന്നിട്ട് ഈ സ്കാനിങ് റിപ്പോർട്ടെല്ലാം എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം ആ റിപ്പോർട്ടെല്ലാം ബെഡിലേക്ക് ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ടു. എന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കുഴപ്പവും ഈ കൊച്ചിനില്ല, ഈ കൊച്ച് പെർഫെക്റ്റാണ്, അത് ദൈവത്തിൻ്റെ അനുഗ്രഹം, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അത് ഭയങ്കര ഇപ്പം അവള് 4ാം ക്ലാസ്സിൽ പഠിക്കണം തന്നെ. അവള് സ്കൂളിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എല്ലാ വർഷവും ഡാൻസ് ചെയ്യും. അവളിങ്ങനെ ഓടിക്കളിച്ച് പഠിച്ചു നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇടയ്ക്ക് അവളെ നോക്കിയിരുന്നു പറയും, അന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് കൊന്നിരുന്നെങ്കിൽ ഇന്നവളില്ല. അത് ഒരു വിശ്വാസം പരീക്ഷിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അതാണല്ലോ ജീവിതം. വിശ്വാസം പരീക്ഷിക്കപ്പെട്ട് പോകണം. എപ്പോഴും എനിക്ക് എടുത്തു പറയാനുള്ളത്, ഒരു അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത്ഭുതം അത് ക്രിസ്തുവിൻ്റെ വഴിയിലും അതാണല്ലോ, സഹനത്തിൻ്റെ ഒരു വഴിയാണല്ലോ. അങ്ങനെ തന്നെ ആയിരിക്കണം ജീവിതം എന്നാണ് ആഗ്രഹിക്കുന്നത്. ചേച്ചി, ഒരു ഭാര്യ എന്ന നിലയിൽ തൻ്റെ ഭർത്താവിനെ ഓർത്ത് അഭിമാനം തോന്നിയ ഏതെങ്കിലും ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? സ്നേഹസേനയുടെ അവാർഡ് ബോൺചേട്ടനാണ് കിട്ടിയതെന്ന് എന്നോട് സ്നേഹസേനയിലെ അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത്. അതിപ്പോൾ ലിജിക്ക് വളരെ സന്തോഷം തോന്നിയെന്നും ഇപ്പോൾ സ്നേഹയോട് പറഞ്ഞപ്പോൾ എനിക്കും ഒരു സന്തോഷം. സ്നേഹസേനയുടെ ഒരു അവാർഡ്, അത് കുട്ടികളുടെ ഇടയിൽ ചെയ്ത കാര്യത്തിന്, സ്നേഹസേനയുടെ 25ാമത്തെ വാർഷികത്തിന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ മാനവീയ മൂല്യങ്ങൾ വളർത്തുന്നതിലുള്ള പരിശ്രമങ്ങൾക്കുള്ള ബഹുമതി എന്ന് പറഞ്ഞിട്ട് അവർ തന്നു. അപ്പോൾ അത് എല്ലാവർക്കും, അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ ലിജിക്ക് സന്തോഷം തോന്നിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറേ കൂടി ഒരു സന്തോഷം. ബോൺചേട്ടാ, ചേച്ചി പറഞ്ഞ ഈ സ്നേഹസേന അവാർഡിൻ്റെ പ്രത്യേകത എന്താണ്? സ്നേഹസേന അറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ബുക്കാണ്. ജെസ്യൂട്ട് ഫാദേഴ്സിൻ്റെ ആണത് സ്നേഹസേനയുടെ അവാർഡ് എന്ന് പറയുന്നത്. ഈ കുട്ടികളിൽ
മാനവീയ മൂല്യങ്ങൾ, അതായത് എല്ലാ ജാതിയിലും പെട്ട, ജാതിക്കും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ അതീതമായി കുഞ്ഞുങ്ങളിൽ മാനവീയ മൂല്യങ്ങൾ വളർത്തുന്നതിനുള്ള പരിശ്രമത്തിനുള്ള ബഹുമതി എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്നേഹസേന അവാർഡ് തന്നത്. അപ്പോൾ അത് ലിജിക്ക് ഒത്തിരി സന്തോഷം. അത് ലിജിനോടാണല്ലോ ആദ്യം പറയണത്. സന്തോഷം ഉണ്ടായെന്ന് അറിഞ്ഞപ്പോൾ എനിക്കും ഇപ്പോൾ സന്തോഷം. അത് ശരിക്കും പറഞ്ഞാൽ ദൈവം നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു അവാർഡ് കിട്ടിയപ്പോൾ ഉള്ളിൽ തോന്നിയത് മനുഷ്യരും ശ്രദ്ധിച്ചു തുടങ്ങി എന്നുള്ളതിൽ ഒരു സന്തോഷം. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അതിങ്ങനെ അറിയാതെ വന്നൊരു അവാർഡാണ്. ലിജിയോടത് ആദ്യം പറഞ്ഞതിലുള്ളൊരു സന്തോഷമാണ് ലിജി ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും എല്ലാ മഹത്വവും ദൈവത്തിന്. എൻ്റെ പിതാവേ, നിന്റെ നിണമണിഞ്ഞ കാൽപ്പാടുകളെ പിന്തുടരുന്നു ഞാൻ. ഇടറി വീഴുന്ന എന്നെ നിന്റെ കരങ്ങൾ കൊണ്ട് താങ്ങി നിർത്തുന്നതും ഞാൻ അറിയുന്നു. നാഥ, നിന്റെ ചുടുരക്തം കൊണ്ട് ലോകത്തിൻ്റെ പാപം നീ കഴുകി. നിന്റെ നിർമ്മലമായ തൃക്കരങ്ങളിൽ നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. എൻ്റെ പിതാവേ, എൻ്റെ വീഴ്ചകളിൽ, എൻ്റെ ഇടർച്ചകളിൽ നീ എനിക്ക് തുണയാണെന്ന് ഞാൻ അറിയുന്നു. നാഥ, ഈ ജീവിതം നിന്നോട് ചേർന്ന് ആത്മീയതയുടെ നിറവേകാൻ നീ എന്നെ കൂടെ കൂട്ടേണമേ. നിനക്കായി ഇനി ജീവിക്കുവാൻ, നിനക്കായി ഇനി മാറിടുവാൻ തുണയേകണേ നാഥാ, കൃപയാകണേ